രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. രാവണവധം നടത്തി ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും രാവണനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവതരിച്ച ഭഗവാൻ തൻ്റെ ആ മുഖ്യ കർമ്മത്തിൻ്റെ തുടക്കത്തിൽ എത്തി നിൽക്കുന്നതാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടത്. അദ്ദേഹം ദേവിയോട് പറഞ്ഞു, അല്ലയോ സീതേ, ഇനി രാവണന്റെ വരവുണ്ട്. അതിനു വേണ്ടിയിട്ട് ദേവി ഒരു കാര്യം ചെയ്യണം, മായാസീതയെ പർണശാലയിൽ നിർത്തണം. എന്നിട്ട് ദേവി, വന്യമണ്ഡലം തന്നിൽ മറഞ്ഞു വസിക്ക നീ, ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം. അഗ്നിക്കുള്ളില് ലോകത്ത് മറ്റാർക്കും കാണുവാനുള്ളതായ അവസരം കൊടുക്കാതെ മറഞ്ഞ് നീ വസിക്കണം. എത്ര കാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവണവധം പൂർണ്ണമാകുന്നത് വരെ. അത് കഴിയുമ്പോഴേക്കും അഗ്നിയിൽ നിന്നിട്ട് ദേവിയെ ഞാൻ ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും കാണുന്ന മണ്ഡലത്തിലേക്ക് ആനയിക്കും. ഇങ്ങനെ ദേവിയോട് രാമൻ പറയുന്നതും ദേവി അതേ പ്രകാരത്തില് മായാസീതയെ പർണശാലയിൽ നിർത്തി വന്യമണ്ഡലത്തിൽ മറയുന്നതും നാം കഴിഞ്ഞ ദിവസം കണ്ടു. ഈ യാഥാർത്ഥ്യം ലക്ഷ്മണകുമാരൻ പോലും മനസ്സിലാക്കിയിരുന്നില്ല. ലോകത്താർക്കും അറിയില്ല. ഭഗവാനും ദേവിക്കും മാത്രം അറിയുന്ന ഒരു രഹസ്യമാണിത്. അപ്പോഴേക്കും രാവണന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് മാരീചൻ എത്തി. സ്വർണവർണ്ണമുള്ള മനോഹരമായ അംഗവിക്ഷേപങ്ങളോടുകൂടിയിട്ട് ആശ്രമ പരിസരങ്ങളിൽ ഓടി കളിച്ചു നടക്കുന്ന പൊന്മാൻ. അതിനെ കണ്ടു ദേവി വളരെയേറെ കൗതുകം കൊണ്ടു. ആ മാനിനെ എനിക്ക് പിടിച്ചു തരണം എന്ന് ഭഗവാനോട് ആവശ്യപ്പെടുന്നു. ഭഗവാൻ സീതാദേവിയെ സംരക്ഷിക്കാനുള്ള ചുമതല ലക്ഷ്മണകുമാരനെ ഏൽപ്പിച്ചിട്ട് ആ മാനിന്റെ പിന്നാലെ പോവുകയാണ്. ഭഗവാനെ ആ മാന് ക്രമേണ ദൂരങ്ങളിലേക്ക് കൊണ്ടുപോയി. ഒരു ചുവട് വച്ചാൽ ഉടനെ പിടികിട്ടും എന്ന തോന്നലുളവാക്കിയും പിടിക്കാനായിട്ട് രാമൻ അടുത്തെത്തുമ്പോഴേക്കും അവിടെ നിന്ന് ചാടി ദൂരങ്ങളിലേക്ക് പോയും അങ്ങനെ മാൻ ബഹുദൂരൻ രാമനെ കൊണ്ടുപോയി. ഈ മാൻ ഒരിക്കലും പിടിതരില്ല എന്ന് അറിഞ്ഞിട്ട് രാമൻ എന്തു ചെയ്തു? വളരെ വേഗത്തിൽ അമ്പ് തൊടുത്തു. ആ അമ്പ് ഏൽക്കേണ്ട താമസം ആ മാന് ഒരു വലിയ ഭീമാകാരനായ രാക്ഷസന്റെ ആകൃതി കൈക്കൊണ്ടു. വേറെ ആരുമല്ലല്ലോ, മാരീചനാണ്. മാരീചനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു യാഗരക്ഷാവേളയിൽ നേരിട്ട് കണ്ടതും മാരീചന അയാൾ പ്രാർത്ഥിച്ചതുകൊണ്ട് അഭയം കൊടുത്തതുമാണൊക്കെ നമുക്കറിയാം. ആ മാരീചനിത ഭഗവാന്റെ തന്നെ കരം കൊണ്ട്
തൻ്റെ രാക്ഷസമായ ഈ ശരീരത്തെ വെടിയുവാൻ തയ്യാറെടുത്ത് മറ്റു മാർഗങ്ങളില്ലാതെ അവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. ഇല്ലെങ്കിൽ രാവണൻ സംഹരിക്കും. ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നു കഴിഞ്ഞാൽ പിന്നെ നരകത്തിലാണ് ചെന്ന് പതിക്കുക. അതിനേക്കാളും മോക്ഷമാർഗം തെളിഞ്ഞു കിട്ടും രാമന്റെ കരം കൊണ്ട് മരിച്ചാൽ. രാമന്റെ ആയുധമേറ്റ് മരിച്ചവരാരും നരകത്തിൽ പോയിട്ടില്ല എന്ന് സ്വാമി തൃപ്പാദങ്ങൾ അനേക തവണ പറഞ്ഞിട്ടുള്ളത് നാം എല്ലാവരും ഓർക്കുന്നു. അങ്ങനെ അമ്പേറ്റ് വീണ മാരീചൻ ലക്ഷ്മണകുമാരനെ കൂടി പർണശാലയിൽ നിന്ന് അകറ്റണം. അതിനു വേണ്ടിയിട്ട് രാമന്റെ ശബ്ദത്തെ അനുകരിച്ചുകൊണ്ട് ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്നിങ്ങനെ ഉറക്കെ നിലവിളിച്ചു. ഈ ശബ്ദം പർണശാലയിൽ കേൾക്കുകയാണ്. ദേവി ആകെ ഭയം കൊണ്ടു. ദേവി ലക്ഷ്മണകുമാരനോട് പറഞ്ഞു, വേഗത്തിൽ ചെല്ലുക, എന്തോ വിപത്ത് ആര്യപുത്രന് വന്നു ചേർന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ പ്രകാരത്തിൽ അദ്ദേഹം നിലവിളിക്കുകയില്ല. അദ്ദേഹത്തെ സഹായിക്കാനായിട്ട്, രക്ഷിക്കാനായിട്ട് കുമാര നീ ഓടിച്ചെല്ലൂ എന്ന് ദേവി. ലക്ഷ്മണൻ പറഞ്ഞു, അല്ലയോ ദേവി, ഇത് രാക്ഷസന്റെ മായയാണ്. അയാൾ നമ്മെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകാരത്തിൽ രാമന്റെ ശബ്ദത്തെ അനുകരിച്ചിട്ട് നിലവിളിച്ചതാണ്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ഈ ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും രാമൻ വിശ്വനായകനാണ്, പ്രപഞ്ചത്തിന് മുഴുവൻ ഈശ്വരനാണ്. അദ്ദേഹത്തിന് കോപം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ലോകത്തെ മുഴുവൻ സംഹരിക്കാനായിട്ട് അരക്ഷണം മതി. അങ്ങനെ ഇരിക്കവേ അദ്ദേഹത്തിന് ആപത്ത് വരുന്നു എന്ന് നമുക്ക് എങ്ങനെ വിചാരിക്കാനാകും? ഒരിക്കലും സാധ്യമല്ല. എന്ന് മാത്രമല്ല, ശ്രീരാമചന്ദ്രൻ ഒരിക്കലും നിലവിളിക്കുകയുമില്ല. ദൈന്യഭാവം എന്നുള്ളത് അദ്ദേഹത്തിനില്ല. ധർമ്മവീരത്തിന്റെ പരിപൂർണതയാണ് രാമൻ. അതുകൊണ്ട് ദേവി ഈ ആർത്തനാദം കേട്ടിട്ട് അത് രാമൻ നിലവിളിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരിക്കലും ഭയപ്പെടരുത്, ഭഗവാൻ ഉടനെ തന്നെ മടങ്ങി വരും, ലക്ഷ്മണൻ സീതയോട് പറഞ്ഞു. സീതാദേവി ലക്ഷ്മണനോട് കോപിക്കുകയാണ്. നമുക്കറിയാം അതിന്റെ കാരണം. മായാസീതയാണ് അവിടെ ആ പർണശാലയിൽ ഉള്ളത്. ലക്ഷ്മണന് ആ യാഥാർത്ഥ്യം അറിയില്ല എന്നുണ്ടെങ്കിലും രാവണന് സീതയെ അപഹരിക്കുവാനുള്ളൊരു അവസരം ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് ലക്ഷ്മണൻ അവിടെ നിന്നും അറിയാലേ പറ്റൂ. ലക്ഷ്മണൻ നിൽക്കവേ രാവണന് ദേവി അപഹരിക്കാൻ പറ്റില്ല. ലോകത്തിൽ ആർക്കും അത് സാധ്യമല്ല. അതുകൊണ്ട് ദേവി കോപിച്ചിട്ട്, കോപം നടിച്ചിട്ട് എന്ന് പറയണം, പരുഷവചനങ്ങൾ ലക്ഷ്മണനോട് പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മണകുമാരൻ വളരെയേറെ ദുഃഖിതനായി ദേവിയോട് പറഞ്ഞു, അല്ലയോ ദേവി, ദേവിയുടെ ഈ വാക്കുകൾ അങ്ങേയറ്റം ക്രൂരമാണ്, അതാർക്കും സഹിക്കാൻ കഴിയാത്തതാണ് എന്ന് പറഞ്ഞിട്ട് ദേവിയുടെ ആജ്ഞയെ ഞാനിതാ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് വനദേവതമാരെ വിളിക്കാണ് ദേവിയെ രക്ഷിക്കാൻ. ദേവിയെ ഒറ്റയ്ക്ക് ആ പർണശാലയിലാക്കിയിട്ട് ദൂരേക്ക്, ശബ്ദം കേട്ട ദിക്കിലേക്ക് താൻ പോവുകയാണ്. രാമൻ അങ്ങ് വളരെ ദൂരത്തിൽ, അങ്ങോട്ടാണ് തന്റെ യാത്ര. അപ്പോ ആര് രക്ഷിക്കും ദേവിയെ? വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ, മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ. ഈ മാനവരാശിക്ക് ഈശ്വരനായിരിക്കുന്ന, രാജാവായിരിക്കുന്ന, ചക്രവർത്തിയായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ പത്നിയെ, സീതാദേവിയെ, അല്ലയോ വനദേവതമാരെ, നിങ്ങൾ എല്ലാവരും സംരക്ഷിച്ചുകൊള്ളുവിൻ എന്ന് സംരക്ഷണത്തിനുള്ളതായ ചുമതല വനദേവതമാരെ പ്രാർത്ഥിച്ച വനദേവതമാരിൽ സമർപ്പിച്ചുകൊണ്ട് ലക്ഷ്മണകുമാരൻ അവിടെ നിന്ന് രാമൻ പോയ ദിക്കിലേക്ക്, ആ ശബ്ദം എവിടെ നിന്നിട്ടാണോ പുറപ്പെട്ടു വന്നത് ആ ദിക്കിലേക്ക് വളരെ വേഗത്തിൽ പോയി. ഇതായിരുന്നു രാവണൻ പാർത്തിരുന്നതായ അവസരം. അന്തരം കണ്ട് ദശകന്ധരൻ മദനബാണന്ധനായി അവതരിച്ചിടിനാൻ അവനിയിൽ. അയാൾ ആകാശത്ത് തന്റെ വിമാനത്തിൽ നിന്ന് ഈ പദ്ധതി ഭംഗിയായിട്ട് ഫലപ്രദമായിട്ട് നടക്കുന്ന അവസരം നോക്കി നിൽക്കുകയായിരുന്നു. രാമനെ മാരീചൻ അകറ്റി, ലക്ഷ്മണനെയും ഇത് അകറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് സന്ദർഭം. ഇപ്പോൾ തന്നെ ആശ്രമത്തിലേക്ക് ചെല്ലുക. അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്
ജടയും വൽക്കലവും ധരിച്ച് സന്യാസിയായി ഉടജാങ്കണെ വന്നു നിന്നിതു ദശാസ്യനും. ഉടൻ തന്നെ ഒരു വേഷം അദ്ദേഹം ധരിച്ചു. രാവണരൂപത്തിൽ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ തന്റെ കാര്യം നടക്കില്ല. സീതാദേവിക്ക് സന്യാസിമാരോട് വളരെയേറെ ഭക്തിയാണ്. അതുകൊണ്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് ജടയും മരവുരിയൊക്കെ ധരിച്ചിട്ട് ഒരു സന്യാസിയാണ് എന്നുള്ളൊരു തോന്നൽ ആർക്കും ഉണ്ടാകത്തക്ക രീതിയിൽ ഉടജാങ്കണെ ആ ആശ്രമത്തിന്റെ മുന്നില് ദശാസ്യൻ 10 മുഖങ്ങളോടുകൂടിയവൻ. എന്താ 10 മുഖങ്ങള്? 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ 10 മുഖങ്ങൾ. ഈ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഈ ലോകത്തിലെ 10 ദിക്കുകളിലേക്ക് പ്രസരിപ്പിച്ചിട്ട് ഈ പ്രപഞ്ചത്തിലുള്ളതായ സുന്ദര വസ്തുക്കൾ എല്ലാം അപഹരിച്ചെടുക്കാൻ, തന്റേതാക്കിയെടുക്കാൻ, അങ്ങനെ ആനന്ദിക്കാൻ കൊതിക്കുന്നവനാരോ അവനാണ് രാവണൻ, ദശമുഖൻ. ദശമുഖത്വം അതൊന്നു വേറെ, ദശരഥത്വം അതൊന്നു വേറെ. നേരെ വിപരീതമാണിത് രണ്ടും. രാമന്റെ പിതാവ് ദശരഥനാണ്, 10 ദിക്കിലേക്കും രഥം ഓടിക്കുന്നയാള്. അതാണ് ദശരഥത്വം. അത് ഈ സ്ഥൂല ശരീരത്തിന്റെ പ്രതീകമാണ് എന്നറിയണം. എങ്ങനെ ധർമ്മത്തിൽ ഉറച്ച മനസ്സോടുകൂടിയിട്ട് ദേവന്മാരെ നിരന്തരം അവരുടെ യജ്ഞകർമ്മങ്ങളിൽ സഹായിക്കുന്നവനായിട്ട്, അങ്ങനെ ലോകത്തിൽ ധർമ്മം പ്രവർത്തിപ്പിക്കുന്നതിനായി വേണ്ടിയിട്ട് ലോകം മുഴുവൻ വ്യാപിക്കുന്നവൻ, ധർമ്മചക്രത്തെ നടത്തുന്നവൻ, അതാണ് ഈശ്വരീയമായ മാർഗം. അതാണ് ദശരഥൻ. അങ്ങനെയുള്ള ആളിന് മാത്രമേ രാമനെ പോലൊരു സന്താനത്തെ ലഭിക്കുള്ളൂ. ദശമുഖനോ തന്റെ ഈ 10 ഇന്ദ്രിയങ്ങളെയും 10 ദിക്കുകളിലേക്ക് നിരന്തരം നയിച്ചിട്ട് എല്ലാം അപഹരിച്ചെടുക്കാൻ, അതിൽ ഏത് ക്രൂരതയും പ്രവർത്തിക്കാൻ സന്നദ്ധനായിട്ട് കൊതിപൂണ്ട് നടക്കുന്നയാൾ, അതാണ് ദശമുഖൻ. നേരെ വിപരീതമാണ് ദശരഥത്വവും ദശമുഖത്വവും. ആ ദശമുഖൻ വന്ന് അവിടെ ഇറങ്ങി. ദശാസ്യൻ എന്നുള്ള വാക്ക് തന്നെ, 10 മുഖമുള്ളവൻ എന്ന വാക്ക് തന്നെയാണ് കിളിമകൾ അപ്പോൾ കേൾപ്പിക്കുന്നത്. സന്യാസിയെ കണ്ടപ്പോഴേക്കും സീത തൊഴുതു, വന്ദിച്ചു. എന്നിട്ട് ആ സന്യാസിയുടെ മുന്നിൽ ഫലമൂലാദികളെല്ലാം വിധിപ്രകാരം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ട് ഇത്തിരി നേരം ഇരുന്നിടുക തപോനിധേ. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയാണ്. സന്യാസിമാരെ സ്വീകരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ദേവിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ആ പ്രകാരത്തിൽ ഒരു കുറവും വരാത്ത രീതിയിൽ ദേവി ഫലമൂലങ്ങൾ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചത്. ഇതെല്ലാം കഴിച്ചുകൊണ്ട് അങ്ങ് അല്പനേരം ഇരിക്കുക. എന്റെ ഭർത്താവ് കാനനത്തിനുള്ളിലേക്ക് പോയതാണ്, അല്പനേരത്തിനുള്ളിൽ അദ്ദേഹം മടങ്ങി വരും. അദ്ദേഹം മടങ്ങി വന്നു കഴിഞ്ഞാൽ അങ്ങേ വിധിപ്രകാരം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകളെല്ലാം അദ്ദേഹം തന്നെ ചെയ്യും. അത്രയും നേരം അങ്ങ് വിശ്രമിക്കുക, ദീർഘയാത്ര ചെയ്ത് വരുന്നതല്ലേ എന്ന് ദേവി പറഞ്ഞു. അപ്പോഴേക്കും രാവണൻ ദേവിയോട് ചോദിച്ചു, അല്ലയോ ദേവി, നീ ആരാണ്? വിവരങ്ങളെല്ലാം ചോദിക്കാണ്. രാവണന്റെ കാപട്യം ദേവിക്ക് പിടികിട്ടിയില്ല. ദേവി ഉടനെ തന്നെ താൻ ആരാണെന്നും രാമന്റെ കാര്യവും ലക്ഷ്മണന്റെ കാര്യവും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അച്ഛന്റെ സത്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു കാനനത്തിലേക്ക് വന്നതാണ് എന്നൊക്കെ വിശദവിവരങ്ങളെല്ലാം കേട്ടു. ദേവി പറഞ്ഞു കേൾപ്പിച്ചു. രാവണൻ അതെല്ലാം കേട്ടു. കഴിഞ്ഞിട്ട് രാവണൻ പറയാണ്, എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ. ദേവിയോട് പറയാണ്, എന്നാൽ നീ കേട്ടുകൊള്ളൂ, നീ മംഗളശീലയാണ്, നല്ല സ്വഭാവത്തോടു കൂടിയവളാണ്, നീ ബാലയാണ്. ആംഗ്ലേയോ ദേവി, നീ കേട്ടുകൊള്ളൂ, ഞാൻ ആരാണ് എന്ന് പറഞ്ഞു തരാം. പൗലസ്ത്യ തനയനാം രാക്ഷസ രാജാവു ഞാൻ പൗലസ്ത്യന്റെ പുത്രനായിരിക്കുന്ന രാക്ഷസാധീശ്വരനാണ്. രാവണൻ എന്നാണ് എന്റെ പേര്. ബ്രഹ്മാവിന്റെ മകൻ പുലസ്ത്യൻ, പുലസ്ത്യന്റെ മകൻ വിശ്രവസിനെയാണ് പൗലസ്ത്യൻ എന്ന് പറയുക. ആ വിശ്രവസിന്റെ മകൻ ഞാൻ രാവണൻ. അതാണ്
തൻ്റെ കുടുംബ മഹിമ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഇത്ര ഉദാത്തമായ ഒരു കുടുംബ പാരമ്പര്യം വേറെ ആർക്ക് അവകാശപ്പെടാൻ പറ്റും? ബ്രഹ്മാവിൻ്റെ മകൻ്റെ മകൻ്റെ മകൻ. അത്ര ഉന്നതമായ സ്ഥാനം. മഹാബ്രാഹ്മണൻ ജന്മം കൊണ്ട് അത്ര ഉയർന്നതായ ആഢ്യത. അങ്ങനെയുള്ള ഞാനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുക. ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. ഈ ലോകത്തിലുള്ള എല്ലാവരും എന്നെ അറിയും. 3 ലോകങ്ങളിലും, ഭൂമിയിൽ മാത്രമല്ല, താഴെയുള്ള ലോകങ്ങളിലും, അതല്ല വിതലാദികളിലും, അങ്ങ് പാതാളം വരെയുള്ള സകല താഴെയുള്ള ലോകങ്ങളിലും, അതേപോലെ ഉപരിലോകങ്ങളിലും, പൂർലോക സ്വർലോകാദികളിലും എന്നെ അറിയാത്തവരായിട്ട് ആരുണ്ട്? എല്ലാവർക്കും അറിയാം എന്റെ വൈഭവം, എന്റെ മികവ്. അല്ലയോ ദേവി, നീ ഇവിടെ ഇങ്ങനെ ഈ കാനനത്തില് കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്നോടൊപ്പം വരൂ. ഞാൻ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും ഞാൻ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. നീ എന്നെ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാലോ ലങ്കയിലേക്ക് വന്നിട്ട് സകല സുഖഭോഗങ്ങളും നിനക്ക് ലഭിക്കും. ഈ ലോകത്തിൽ ആർക്കാണ് ഈ പ്രകാരത്തില് സുഖഭോഗങ്ങൾ നൽകുവാനുള്ളതായ കഴിവുള്ളത്? ലങ്കയിലാണ് അതിനുള്ള സന്നാഹമെല്ലാം ഉള്ളത്. എനിക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അതിനാൽ രാമനോടൊപ്പം ഇങ്ങനെ ഇവിടെ കാട്ടിൽ കഴിഞ്ഞിട്ട് കാര്യമില്ല എന്നെല്ലാം രാവണൻ പറഞ്ഞു. ഈ വാക്യങ്ങൾക്കെല്ലാം 2 അർത്ഥമുണ്ട് എന്നുള്ളത് നാം മറന്നുപോകരുത്. പ്രകടമായിട്ട് അത് രാവണൻ എന്നുള്ള രാക്ഷസന്റെ പ്രണയാഭ്യർത്ഥനയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ രാവണന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിലിരിക്കുന്നതായ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നമുക്കറിയാം. കാരണം എഴുത്തച്ഛന്റെ കിളിമകള് നമ്മെ പാടി കേൾപ്പിച്ചു. അത് രാമന്റെ വൃത്താന്തം കേട്ടിട്ട്, ശൂർപ്പണഖ പറയുന്നത് കേട്ടിട്ട് രാമൻ ആരായിരിക്കും എന്ന് ഊഹിക്കുന്നത്. സാക്ഷാൽ നാരായണൻ തന്നെ രാമൻ. അദ്ദേഹം എന്നോട് അന്ന് ജയവിജയന്മാരായി ഞങ്ങളിരുന്ന കാലത്ത് ഞങ്ങളെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം ഓർക്കുന്നു രാവണൻ. അങ്ങനെ ഇവിടെ അദ്ദേഹം തന്നെ സംഹരിക്കാൻ വേണ്ടിയിട്ട് രാമനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. നാരായണൻ തന്നെ ഈ രാമൻ. ഇല്ലെങ്കിൽ ഖരദൂഷണാദികളൊക്കെ ഇങ്ങനെ എളുപ്പത്തിൽ തകർക്കുന്നത് എങ്ങനാ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കരം കൊണ്ട് തനിക്ക് പ്രാണനെ വെടിയാം. അങ്ങനെ വൈകുണ്ഠരാജ്യത്തിലേക്ക് ചെല്ലാം. വിരോധഭക്തിയിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതായ ആ അത്ഭുതകരമായ കാര്യം. രാവണനെ പോലുള്ളവർക്ക് മാത്രമേ അത് പറ്റൂ, വിരോധഭക്തി. ബാക്കിയുള്ളവർക്ക് ഭക്തിയുടെ മറ്റു പ്രകാരങ്ങൾ മാത്രമേ സാധ്യമാവുള്ളൂ. അങ്ങനെ ചിന്തിച്ചിട്ടാണ് രാവണൻ മാരീചന്റെ സമീപത്ത് ചെന്നത്. അങ്ങനെ മാരീചൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഈ അർത്ഥം അതിനകത്ത് കിടപ്പുണ്ട്. അല്ലയോ ദേവി, നീ ആരെന്ന് എനിക്കറിയാം. സാക്ഷാൽ നാരായണന്റെ പത്നിയായിരിക്കുന്ന മഹാലക്ഷ്മിയാണ്. നിന്നെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭഗവാന്റെ ദർശനം കിട്ടുള്ളൂ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭഗവാന്റെ വരങ്ങൾ നമ്മിലേക്ക് ലഭിക്കുള്ളൂ. ഭഗവാനുമായിട്ട് സാക്ഷാത്കാരം എന്ന് മാത്രമല്ല, സായുജ്യം എന്നുള്ളത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. മഹാമായയാണ് ദേവി, സർവശക്തി സ്വരൂപിണിയാണ് ദേവി. ദേവിയുടെ കാരുണ്യം വേണം. അതുകൊണ്ട് അല്ലയോ അമ്മേ, ഞാൻ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും. നിന്റെ പാദങ്ങളിൽ ആശ്രയം ചോദിച്ചുകൊണ്ട് ഇതാ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ നീ അനുഗ്രഹിച്ചാലും. അല്ലയോ സുന്ദരി, പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ദേവിയുടെ സൗന്ദര്യത്തിന്റെ ഒരല്പം പോലും ആവുന്നില്ല. സൗന്ദര്യ സ്വരൂപിണിയാണ് ദേവി. ആ സൗന്ദര്യത്തിന്റെ ഒരു നേരിയൊരംശമാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിലുള്ള സർവ്വ വസ്തുക്കളുടെയും സൗന്ദര്യമായിട്ട് നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന, ആ കണ്ണുകൾക്ക് മാധുര്യം തോന്നിക്കുന്ന ആ ആകർഷണീയതയായിട്ട്, സൗന്ദര്യമായിട്ട് ശോഭിക്കുന്നത് ദേവിയുടെ സൗന്ദര്യത്തിന്റെ ഒരു നേരിയൊരംശം.
സർവസൗന്ദര്യത്തിന്റെയും മൂർത്തിമദ്ഭാവമാണ് ദേവി. അതാണ് അരുണാധരി എന്ന് വിളിക്കുന്നത് ദേവിയെ. അല്ലയോ അരുണാധരി, മഹാഭോഗങ്ങൾ ഭുജിച്ചാലും പരമാത്മ സാക്ഷാത്കാരം, അതാണ് മഹാഭോഗം. അതിനപ്പുറം വലിയ ഭോഗമില്ല. ഈ പ്രപഞ്ചത്തിലുള്ളതായ സുഖങ്ങളെല്ലാം വളരെ നിസ്സാരം. ഭോഗമെന്നുള്ള വാക്കിന് സുഖമെന്നും ദുഃഖമെന്നും അർത്ഥമുണ്ട്. നാം അനുഭവിക്കുന്നതെല്ലാം ഭോഗമാണ്. സുഖവും ദുഃഖവും എല്ലാം അതിൽപ്പെടും. മഹാഭോഗങ്ങൾ ഏറ്റവും വലിയ ആനന്ദം, പരമമായ ആനന്ദം, സത്തും ചിത്തും ആനന്ദവും. ആ ആനന്ദം, അതാണ് മഹാഭോഗം. അല്ലയോ ദേവി, അത് ഭുജിക്കുവാനുള്ളതായ അവസരം എനിക്ക് തന്ന് അരുളിയാലും എന്ന് ഭുജിച്ചാലും എന്നുള്ള വാക്കിന് ലാക്ഷണികമായ അർത്ഥം. അങ്ങനെ അല്ലയോ അമ്മേ എന്നിൽ കനിയണം എന്നുള്ള പ്രാർത്ഥനയാണിത്. വിരോധഭക്തിയിലൂടെ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന രാവണന്റെ വാക്കുകളുടെ ഈ അർത്ഥം പ്രകടമായിട്ട് പ്രണയാഭ്യർത്ഥനയെന്ന് തോന്നും. പ്രണയാഭ്യർത്ഥനയ്ക്ക് പറ്റിയ മറുപടിയാണ് സീത പറയുന്നത്. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന് കഷ്ടമായുള്ള വാക്ക് ചൊല്ലാതെ ദുരാത്മാവേ, നീ ദുരാത്മാവാണ്, ദുഷ്ടബുദ്ധിയാണ്, ഇത്തരം വാക്കുകളൊന്നും നീ പറയരുത്. ഒരിക്കലും ഹരിപത്നിയെ, സിംഹത്തിന്റെ ഭാര്യയെ ശശത്തിന്, ഒരു മാനിന് തൊടാൻ പറ്റുമോ? സാധ്യമല്ല. നീ ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്ന് നീ ഭൂമിയിൽ വീഴുവാനുള്ള കാരണം ഇത് നൂനം. രാമന്റെ അമ്പുകൾ നിന്നെ തേടി വരും. അത് നിന്റെ മാറിൽ തറഞ്ഞു കയറി നിന്നെ പിളർക്കും. അങ്ങനെ ഭൂമിയിൽ വീണു മരിക്കാനുള്ള കാരണമായി തീരും ഇത്. അതിനാൽ വിവേകത്തെ ആശ്രയിക്കുക, രാമനോട് പോരിനിറങ്ങരുത് എന്ന് ദേവി പറഞ്ഞു. പക്ഷേ രാവണൻ എന്ത് ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാല്, രാഘവ പത്നിയെയും തേരതിലെടുത്തു വച്ച് ആകാശമാർഗെ ശീഘ്രം പോയത് ശാസ്യനും. ആകാശത്തിലൂടെ ഒരൊറ്റ യാത്രയാണ് ദക്ഷിണദിക്കിലേക്ക്.